സംസ്ഥാന പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദിവാസി ഗോത്രവർഗ മേഖലകളിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ താലൂക്ക് തല ഉദ്ഘാടനം കുളത്തൂപ്പുഴയിൽ നടന്നു. PS സുബാൽ MLA ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനമാണ് ആലോചിക്കുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റേത് വളരെ എടുത്തു പറയേണ്ട ഒരു സംവിധാനമാണ്. ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ളൊരു പൊതുവിതരണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് വർഷങ്ങളായി ആ പാരമ്പര്യം നമുക്കുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ കേരളത്തിന് അർഹമായിട്ടുള്ള റേഷൻ വിഹിതം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഈ ഫെസ്റ്റിവൽ സീസണുകളിൽ ഗവൺമെൻറ് എടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള നടപടികൾ. ഇപ്പോൾ ഈ ഓണക്കാലത്ത് വിലക്കയറ്റം സ്വാഭാവികമായും ഉണ്ടാകും. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ കാര്യമായിട്ടുള്ളൊരു ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിയത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി സമൂഹം താമസിക്കുന്ന കുളത്തൂപ്പുഴയിലെ വിദൂര ഉന്നതികളിലുള്ളവർക്ക് ഏറെ സഹായകരമാകും വിധം അവരുടെ താമസ സ്ഥലത്തിനടുത്തെത്തി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് പദ്ധതിയിലൂടെ ഒരുക്കിയിട്ടുള്ളത്. വില്ലുമല 50 ഏക്കറിലെ 108-ാം നമ്പർ റേഷൻ കടയുടമ അൻവറുദ്ദീനാണ് റേഷൻ സാധനങ്ങളുടെ വിതരണ ചുമതല. കുളത്തൂപ്പുഴ പഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പ്രസിഡന്റ് P. ലൈല ബീവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് T. തുഷാര, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ചന്ദ്രകുമാർ, ഷീജ റാഫി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ EK സുധീർ, റീന ഷാജഹാൻ, മുൻ പ്രസിഡന്റ് P. അനിൽകുമാർ, ജില്ലാ സപ്ലൈ ഓഫീസർ GS ഗോപകുമാർ, താലൂക്ക് സപ്ലൈ ഓഫീസർ P. ചിത്ര, റേഷൻ കട ഉടമകൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.